വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. വഖഫ് നിയമ ഭേദഗതിക്ക് സ്റ്റേ ഇല്ലെന്ന് സുപ്രീം കോടതി. അതേസമയം അന്വേഷണം നടക്കുമ്പോൾ സ്വത്ത് വഖഫ് അല്ലാതാകുന്ന വകുപ്പ് സ്റ്റേ നൽകി കോടതി ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചു. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, ഈ വിധി പ്രസ്താവം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നടത്തുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്? ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിൽ വാദം കേട്ട ശേഷം മെയ് മാസത്തിലാണ് വാദം കേട്ടത്. ഇന്നിപ്പോൾ ഇതിലൊരു ഇടപെട്ടുകൊണ്ടുള്ള ഹർജികളിൽ വാദം കേട്ട ശേഷം മെയ് മാസത്തിലാണ് വാദം കേട്ടത്. ഇന്നിപ്പോൾ ഇതിലൊരു ഇടക്കാല ഉത്തരവാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹർജിക്കാർ അംഗീകരിച്ചിട്ടില്ല. അതായത് വഖഫ് നിയമത്തിൽ നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി, വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. അതിൽ യാതൊരു തരത്തിലുമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലും കോടതി സ്റ്റേ നൽകിയിട്ടില്ല. കോടതി ഇടപെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒന്ന്, ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുമ്പോൾ ഭൂമിയിന്മേൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വഖഫ് ബോർഡ് അനധികൃതമായി അവകാശവാദം ഉന്നയിക്കുന്ന സംഭവങ്ങളുണ്ട്. മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അതിന് ഉദാഹരണമാണ്. അത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ച് കേസ് നടക്കുമ്പോൾ ആ ഭൂമി വഖഫ് ആകില്ല എന്ന് നിയമ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ ഭേദഗതി കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അന്വേഷണ ഘട്ടത്തിൽ തൽസ്ഥിതി തുടരാം, അത് വഖഫ് അല്ലാതാകില്ല, തൽസ്ഥിതി തുടർന്നുകൊണ്ട് അന്വേഷണം നടത്താം എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ മറ്റൊരു കാര്യം കോടതി ഇടപെട്ടിട്ടുള്ളത്, ഈ 5 വർഷമെങ്കിലും മുസ്ലിമായി മതം അനുഷ്ഠിച്ചവർക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള കാര്യം കൂടി നിയമ ഭേദഗതിയിൽ ഉണ്ടായിരുന്നു. ആ കാര്യത്തിനും കോടതി പൂർണ്ണമായും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. മറ്റ് ഈ വഖഫ് നിയമ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ വഖഫ് ബോർഡുമായി തർക്കമുണ്ടാകുമ്പോൾ അത് കോടതിയിലേക്ക് എത്തുന്ന കാര്യം. നിലവിൽ വഖഫ് ട്രൈബ്യൂണലിന് മുൻപിലേക്കായിരുന്നു ഈ വിഷയത്തിൽ ഒരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ പോകേണ്ടത്. മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ വഖഫ് ട്രൈബ്യൂണൽ പരിഗണിച്ച 90%-ലധികം കേസുകൾ, ആകെ കേസുകളിൽ 90-ലധികം കേസുകളും വഖഫ് ബോർഡിന് അനുകൂലമായിട്ടായിരുന്നു വിധി വന്നത്. അതുകൊണ്ട് തന്നെ അതിൽ സ്വതന്ത്രമായൊരു നിയമവ്യവസ്ഥയുടെ ഇടപെടലിന് സാധ്യത കുറവായിരുന്നു. 90 ദിവസത്തിനകം ഈ വിഷയത്തിൽ ട്രൈബ്യൂണൽ വിധി വന്നതിന് ശേഷം കോടതിയിൽ പോകാം എന്ന ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നിരുന്നു. അതിൽ യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കൂടാതെ വഖഫ് ബോർഡിലും വഖഫിന്റെ ദേശീയ കൗൺസിലും അമുസ്ലിമുകളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തണം എന്നുള്ളതും ഈ നിയമ ഭേദഗതിയിൽ കൊണ്ടുവന്നിരുന്നു. അക്കാര്യത്തിൽ ഒരു നിർദ്ദേശം കോടതി മുൻപോട്ട് വെച്ചിട്ടുള്ളത്, സംസ്ഥാന വഖഫ് ബോർഡുകളിൽ 3 അമുസ്ലിമുകളെ വരെ ഉൾപ്പെടുത്താം, മുസ്ലിം അല്ലാത്ത 3 പേരെ വരെ ഉൾപ്പെടുത്താം. ദേശീയ കൗൺസിലാകട്ടെ 4 അമുസ്ലിമുകളെ വരെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ നൽകാനോ അതിലെ പ്രധാനപ്പെട്ട ഭേദഗതികളിൽ ഏതെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനോ തയ്യാറാകാതെ ഹർജിക്കാർ ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങളിൽ ക്ലാരിറ്റി വരുത്താനും ഒപ്പം വഖഫ് ബോർഡിലും വഖഫിന്റെ ദേശീയ കൗൺസിലും ഉൾപ്പെടുന്ന അമുസ്ലിമുകളുടെ കാര്യത്തിൽ അവരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു കുറവ് കോടതി ഇടപെട്ടുകൊണ്ട് വരുത്തുകയും 5 വർഷത്തിൽ കൂടുതൽ മതം അനുഷ്ഠിച്ച മുസ്ലിം മതം അനുഷ്ഠിച്ചവർക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കൂ എന്ന കാര്യം അതിന് കോടതി സ്റ്റേ നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് രേഖാമൂലം മാത്രമേ, നേരത്തെ വാക്കാൽ വഖഫ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പഴയ തലമുറയിൽ ആരെങ്കിലും വാക്കാൽ വഖഫിന് നൽകിയ ഭൂമി പിന്നീട് അത് വഖഫായി കണക്കാക്കുകയും രേഖകൾ മറ്റൊരാളുടെ പേരിലാണ് എങ്കിൽ പോലും വഖഫ് ബോർഡിന് ആ ഭൂമിയിന്മേൽ അവകാശവാദം ഉന്നയിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള അവകാശം മുൻകാലങ്ങളിൽ നമ്മുടെ നിയമം വഖഫ് ബോർഡിന് നൽകിയിരുന്നു. അത് മാറ്റിക്കൊണ്ട് വഖഫ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യണം എന്നുള്ളത് ഈ നിയമ ഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ കളക്ടർ ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഭൂമി പരിശോധിക്കാനും അതിൽ ഇടപെടൽ നടത്താനും സാധിക്കും. പരാതികൾ ഉന്നയിച്ചാൽ വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കും. ആദ്യം വഖഫ് ട്രൈബ്യൂണലിലേക്ക് തന്നെ പരാതികൾ പോകും. അതിനുശേഷം വഖഫ് ട്രൈബ്യൂണൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ 90 ദിവസത്തിനകം രാജ്യത്തെ കോടതികളിലേക്ക് ഈ വിഷയമെത്തും. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഭേദഗതികളൊന്നും തന്നെ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. 72-ലധികം ഹർജികളായിരുന്നു സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വന്നത്. ആ ഹർജികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹർജി നൽകുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഹർജി നൽകിയ ആളുകളെ നമുക്കറിയാം. അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സമസ്ത പോലെയുള്ള സംഘടനകളുണ്ട്, കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ ബ്ലോക്കിലെ പല പ്രധാനപ്പെട്ട കക്ഷികളുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വഖഫ് ഭേദഗതി നിയമം അത് പൂർണ്ണമായിട്ട് തന്നെ സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നല്ലോ. അതൊരു ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് മുസ്ലിം വിരുദ്ധമാണെന്നും ഒക്കെയുള്ള പ്രചരണം നടത്തുകയും ഈ ഹർജികളിലും ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെല്ലാം ഇപ്പോൾ തള്ളിക്കളയുകയല്ലേ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്?
അത്തരത്തിലുള്ള വാദങ്ങളൊന്നും അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. ഉത്തരവിന്റെ വിശദമായ പകർപ്പ് വരുമ്പോഴും പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വഖഫ് നിയമ ഭേദഗതിയുടെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നും തന്നെ ഇടപെടാനോ അതിൽ മാറ്റം വരുത്താനോ കോടതി തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ഇടതുപക്ഷ സംഘടനകൾ കൂടാതെ ചില വ്യക്തികൾ ഉൾപ്പെടെ 72-ലധികം ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപിൽ എത്തുകയും ആ ഹർജികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് വഖഫ് നിയമ ഭേദഗതി തന്നെ പൂർണ്ണമായും സ്റ്റേ ചെയ്യണം, അത് മുസ്ലിം മതവിഭാഗത്തിനെതിരാണ് എന്ന വാദം കോടതിക്ക് പുറത്തും കോടതിക്കകത്തും ഈ രാഷ്ട്രീയ പാർട്ടികളും ഹർജിക്കാരും എല്ലാം തന്നെ നടത്തിയിരുന്നു. അതിന് കേന്ദ്ര സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലും വാദവും പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി കേന്ദ്ര സർക്കാർ അറിയിച്ചത് വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമല്ല. നിലവിൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് പുറത്താണ്. വഖഫ് ബോർഡിന് ചില പരമാധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വെട്ടിക്കുറച്ചുകൊണ്ട് വഖഫ് ബോർഡിനെയും രാജ്യത്തിന്റെ നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യണമെന്ന ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതി തള്ളുകയാണ്. ചില വ്യവസ്ഥകളിൽ ചില വിശദീകരണം കോടതി തേടിയതല്ലാതെ സർക്കാർ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ സുപ്രധാനമായ ബില്ല് അത് ഒരു കാരണവശാലും പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശമാണ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠവും ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ